ക്രിസ്മസ് ആഘോഷത്തോടനുബന്ധിച്ച് ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ആൻഡ് VHSS സ്കൂളിലെ അധ്യാപകരും NSS വോളണ്ടിയേഴ്സും കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം സന്ദർശിച്ചു. ഇതിനോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ സമുദ്രതീരം ചെയർമാൻ ഉർവൽ സിംഗ് എം എല്ലാവരെയും സമുദ്രതീരത്തേക്ക് സ്വാഗതം ചെയ്ത് സംസാരിച്ചു. നിങ്ങളൊരു പഠിക്കുന്ന പാഠത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നിങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത് നിങ്ങളുടെ വീട്ടിൽ നിന്നാണ്. അത് പല കുടുംബത്തിലും നടക്കാത്തതുകൊണ്ടാണ് ടീച്ചർമാർ നിങ്ങളെ ഇങ്ങനെയുള്ള സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചോദിച്ച് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരും അമ്മമാരും എങ്ങനെയാണ് ഇവിടെ വന്നുപെട്ടത്, എന്തിനാണ് ഇവിടെ വന്നത്, നിങ്ങളുടെ സ്ഥലം എവിടെയാണ്, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ആളാവാം, നിങ്ങൾ ചില വർഷത്തിന് മുമ്പ് കണ്ടിട്ടുള്ള അച്ഛനും അമ്മയും ആവാം, ചിലപ്പോൾ നിങ്ങളെ ബന്ധുക്കളാവാം. കണ്ടിട്ടില്ലേ, ബന്ധുക്കളെ കൊണ്ടിങ്ങനെ ഉപേക്ഷിക്കുന്ന കണ്ടിട്ടില്ലേ? ഇപ്പം നിങ്ങളൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ, അല്ല UK യൂണിവേഴ്സിറ്റി പഠിച്ച പയ്യനാണ് അങ്ങ് അറ്റത്തിരിക്കുന്നത്, കൈവയ്ക്കേണ്ട. പച്ചവെള്ളം പോലെ ഇംഗ്ലീഷ് സംസാരിക്കും. ഇപ്പം പറ്റത്തില്ല, 2 ഓപ്പറേഷൻ ഈ കഴിഞ്ഞ മാസം കഴിഞ്ഞതേ ഉള്ളൂ, എന്നാലും അവൻ സംസാരിക്കും. അപ്പോൾ അവരെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. റിട്ടയർഡായ ഒരു HM ഉണ്ടായിരുന്നു, തൽക്കാലികമായി കുടുംബത്തിലേക്ക് പോകേണ്ടി വന്നു. B.Ed കഴിഞ്ഞ ആളുകൾ ഈ കുടുംബത്തിലുണ്ട്. അപ്പം നിങ്ങൾ സ്കൂള് എങ്ങനെയാണോ അതുപോലെയാണ് ഈ സമുദ്രം കൂട്ടുകുടുംബവും നടന്നു പോകുന്നത്. NSS പ്രോഗ്രാം ഓഫീസറും അധ്യാപികയുമായ വിദ്യ A ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. സാറ് പറഞ്ഞ പോലെ ഞാനിവിടെ ആദ്യമായിട്ടല്ല വരുന്നത്, 1-2 തവണയൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ കുട്ടികളെ ഇങ്ങനെയുള്ളൊരു സ്ഥാപനങ്ങളൊക്കെ കാണിച്ചിരിക്കണമെന്നുള്ളത് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്. കാരണം അവർക്ക് ജീവിതത്തിൻ്റെ സുഖമേറിയ കാലഘട്ടത്തിൽ ജീവിക്കാനും അങ്ങനെയുള്ള ഇത് മാത്രം ആഗ്രഹിക്കാനും ഇഷ്ടപ്പെടുന്നതാണ് ഇപ്പോഴത്തെ കുട്ടികൾ. അവർക്ക് ആ ബുദ്ധിമുട്ടുള്ള കാലഘട്ടം അറിഞ്ഞുകൂടാ, ആ വശവും തന്നെ അവർക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ എന്തുമാത്രം പുരോഗതിയൊക്കെ പ്രാപിച്ചാലും നമ്മുടെ ജീവിതം സുന്ദരമാക്കുന്നത് ഇങ്ങനെയുള്ള ഈ മനുഷ്യ നന്മയുള്ള ചില മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ മൂലമാണ്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത് നമ്മളെ എല്ലാവരുടെയും ഈ ജീവിത രീതികളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാനും ഇങ്ങനെയുള്ള ജീവിതം ഇവിടെ ഉണ്ടെന്നൊക്കെ അറിയാനും വേണ്ടിയാണ്. നിങ്ങൾ വേറൊന്നും നിങ്ങൾ ചിന്തിച്ചില്ലെങ്കിലും മനുഷ്യൻ്റെ നല്ല ആ മനസ്സിൻ്റെ ഒരവസ്ഥ നിങ്ങൾ കാണണം, അത് മാതൃകയാക്കണം. നമ്മുടെ ലോകം ഭൂമി മനോഹരമാക്കുന്നതിൽ മനുഷ്യൻ്റെ നന്മ, പൈസയ്ക്കും അതുപോലെ തന്നെ സ്ഥാനമാനത്തിനൊക്കെ ഒരു പരിധിയുണ്ട്. അത് പൂർത്തീകരിക്കണമെങ്കിൽ ഇതുപോലുള്ള നന്മ ഉള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായും വേണം. നമ്മുടെ മനസ്സിൽ സ്നേഹം, അതേപോലെ കരുണ, മറ്റുള്ളവരുടെ അവസ്ഥ മനസ്സിലാക്കാനുള്ള ഒരു മനോഭാവം, ഇതൊക്കെ നമ്മുടെ മനസ്സിന് അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് ഒരച്ഛനും അമ്മയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ. അവരെ തന്നെ നോക്കാൻ നമ്മൾ ചിലപ്പോൾ ബുദ്ധിമുട്ടാറുണ്ട്. ഇന്ന് അമ്മയെ നോക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അങ്ങനെയുള്ളൊരു വിഷമത്തിലാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ശരിക്കും നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ സഹോദരന്മാരുമാണ് അവിടെ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ അവരെ നോക്കാൻ എന്ത് ത്യാഗമാണ് അവരെടുക്കുന്നത്. അപ്പോൾ അത് നമ്മളും മാതൃകയാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല പ്രവൃത്തികൾ ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്കും ഉണ്ടാകട്ടെ. അതേപോലെ ഇവരിപ്പോൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ തുടരുവാൻ ഇവർക്കും എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും അതുപോലെ സഹായങ്ങളും ഇവർക്കും ഈ സമുദ്രതീരം ട്രസ്റ്റിനും കിട്ടട്ടെ എന്ന് ഞാൻ ഈ സമയത്തിൽ ആശംസിക്കുകയാണ്. അതേപോലെ ഈ യോഗം നമ്മൾ ചെറിയതാണെങ്കിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള എല്ലാ അന്തേവാസികളുടെയും ആയുസ്സും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല പുതുവത്സര ആശംസകൾ, നിങ്ങളുടെ അടുത്ത വർഷം മനോഹരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. NSS പ്രോഗ്രാം കോർഡിനേറ്റർ സനുജ MJ, PTA വൈസ് പ്രസിഡന്റ് സേതുലാൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്, പക്ഷേ ഇതുപോലുള്ള മറ്റുള്ള സ്ഥലങ്ങളിൽ ഞാൻ പോകാറുണ്ട്, എൻ്റെ മക്കളെയും കൊണ്ട് പോകാറുണ്ട്, അവരുടെ പിറന്നാളിനും അല്ലാതെയൊക്കെ.
ഇപ്പം വിളിച്ചത് തന്നെ എൻ്റെ വാപ്പാണ്. ഇവിടെ വന്ന് ഞങ്ങളെയൊക്കെ പേരൻസ് എത്ര ഭാഗ്യമുള്ള ആൾക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇന്നത്തെ ഒരു തലമുറയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് തന്നെ അറിയാം, അവരെന്താണ് ഭയങ്കര സെൽഫിഷാണ്. അവർക്ക് അച്ഛനെ വേണ്ട, അമ്മയെ വേണ്ട, അവരുടെ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുന്ന ഒരു സമൂഹമാണ്. നമ്മളിനി എന്തൊക്കെ വിദ്യാഭ്യാസം നേടിയാലും നമുക്ക് വേണ്ട, ഒരു മനുഷ്യന് വേണ്ടെന്ന് വെച്ചാൽ മനസാക്ഷിയാണ്. മനസാക്ഷിയും അണ്ടർസ്റ്റാൻഡിങ് സ്കില്ലും, ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു സമൂഹം പോലും ക്രിയേറ്റ് ചെയ്ത് വരത്തില്ല. ഞാനിത് നെഗറ്റീവായിട്ടല്ല പറയുന്നത്, മനസ്സിലായോ? എന്നുവെച്ചാൽ ഇവരൊക്കെ ഇവിടെ വരാൻ കാരണം തന്നെ എന്താണ്? അവരുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ കാരണമാണ്. പണ്ടത്തെ കാലഘട്ടത്തിൽ ഇങ്ങനൊരു സമൂഹം ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സമൂഹം ഇല്ലാതിരുന്നതെന്ന് വെച്ചാൽ അന്നത്തെ കാലഘട്ടത്തിൽ റിലേഷൻഷിപ്പിന്, ബന്ധങ്ങൾക്ക് ശക്തമായ വാല്യൂ ഉണ്ടായിരുന്നു. അച്ഛനെന്ന് പറഞ്ഞാലും അമ്മയെന്ന് പറഞ്ഞാലും സഹോദരൻ സഹോദരി എന്നൊക്കെ പറഞ്ഞാലും ഭയങ്കര വാല്യൂ ആണ്. സ്വത്തിന് വേണ്ടിയോ അതിന് വേണ്ടിയോ ഒരിക്കലും ആ ഒരു സമൂഹം റിലേഷൻഷിപ്പിനെ എന്ത് ചെയ്യത്തില്ല, കട്ട് ചെയ്ത് മാറ്റത്തില്ലായിരുന്നു. ഇന്നത്തെ സമൂഹം നയിക്കുന്നത് വെച്ചാൽ പണമാണ്. പണവും സ്വന്തം സുഖവും മാത്രം കൺട്രോൾ ചെയ്യുന്ന സമൂഹമാണ് ഇന്നത്തെ. നിങ്ങൾ ഉൾപ്പെടെ, എൻ്റെ കുട്ടികൾ ഉൾപ്പെടെ ഞാൻ തന്നെ അത് ഒബ്സർവ് ചെയ്ത് അത് പറഞ്ഞിട്ടുണ്ട്. അവർ തന്നെ അവരുടെ സ്വന്തം കാര്യങ്ങൾക്കാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇവിടെ വന്ന് നിങ്ങൾ കാണുമ്പോൾ ഇവരുടെ നന്മയ്ക്കുപരി വേറൊരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം. നിങ്ങളെ വീട്ടിലുള്ള നിങ്ങളെ പേരൻസിന് ഇതേപോലൊരു അവസ്ഥ നിങ്ങളായിട്ട് ഉണ്ടാക്കി വെക്കരുത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങളെ വളർത്തി വലുതാക്കിയ ആൾക്കാരെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഇതേ ഉള്ള എൻ്റെ മക്കളോട് എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് കൊടുക്കലും വാങ്ങലും തമ്മിലുള്ള വേർതിരിവ്. ആണ് പ്രധാനം. അമ്മയും അച്ഛനും എന്താണ് നമുക്ക് തന്നിട്ടുള്ളത് എന്ന് പറയുന്ന ആ ബോധം, നമ്മൾ വലുതാകുമ്പോൾ എന്തെങ്കിലും തരും എന്ന് ഇച്ഛിച്ചിട്ടില്ല അമ്മയും അച്ഛനും നിങ്ങൾക്ക് എല്ലാം തരുന്നത്. എനിക്കിപ്പം ഏകദേശം 56 വയസ്സ് തികഞ്ഞ് 57ാമത്തെ വയസ്സാണ്. ഇന്ന് രാവിലെയും 10 മണിക്ക് ശേഷം ഞാൻ വീട്ടിൽ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വെളിയിലാണെങ്കിലോ എൻ്റെ അമ്മ വിളിക്കും. അമ്മയ്ക്ക് ഇവിടെ റോഡ്സിംഗ് ഉൾപ്പെടെ അറിയാം. അമ്മയ്ക്ക് ഏകദേശം 87 വയസ്സാകുന്നു. അമ്മ വിളിക്കുന്നത് അമ്മയുടെ ആവശ്യത്തിന് വേണ്ടിയല്ല, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, നീ കാപ്പി കുടിച്ചിട്ടാണോ പോയത് എന്നറിയാൻ വേണ്ടിയാണ്. ഞാൻ സാധാരണ ചിലപ്പോഴൊക്കെ വെളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കാപ്പിയൊന്നും കുടിക്കാതെ വീട്ടിൽ ചിലപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അവിടെ തന്നെ കാണും. എന്നുള്ളത് കൊണ്ടാണ് അമ്മ വിളിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 87 വയസ്സുള്ള അമ്മ ആ സമയം കഴിയുമ്പോൾ മകനെ വിളിക്കുകയാണ്. ഞാനെന്തെങ്കിലും കൊടുത്തിട്ടല്ല, ഞാനിപ്പോഴും അമ്മയുടെ കയ്യിൽ നിന്ന് വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും ഇങ്ങോട്ട് വാങ്ങിക്കുക ചെയ്യുന്നത്. കാര്യം അമ്മയ്ക്ക് നല്ല പെൻഷനൊക്കെ ഉണ്ട്, അച്ഛൻ്റെ പെൻഷനൊക്കെ ഉണ്ട്. അത്യാവശ്യം അമ്മയുടെ പോയി എന്തെങ്കിലും വാങ്ങിക്കുന്ന ഒരാളാണ്. അപ്പോഴെന്തെങ്കിലും കൊടുത്തിട്ടല്ല അവർ വിളിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ സ്നേഹം നമുക്ക് എത്ര പേർക്ക് നമുക്ക് കിട്ടും? അത് കിട്ടുന്നൊരു വലിയ കാര്യമല്ലേ? നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന കുറേ അമ്മമാരുണ്ട്, ജ്യേഷ്ഠന്മാരുണ്ട്. അവർ എങ്ങനെയാണ് അവരുടെ ജീവിതം ഇവിടെ എത്തിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് പ്രധാനം. അതിനാണ് നിങ്ങളിവിടെ കൊണ്ടുവന്നത്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് തരുന്ന സ്നേഹവാത്സല്യങ്ങൾ നമുക്കെത്രത്തോളം തിരിച്ചു കൊടുക്കാൻ കഴിയുന്നു എന്ന്, അല്ലെങ്കിൽ കഴിയാൻ പറ്റുന്നു എന്ന് ഇപ്പോഴല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഇപ്പോൾ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട സ്നേഹമെന്ന് പറയുന്നത്, അവർ എന്ത് കഷ്ടപ്പെട്ടാണോ, അവർ ചിലപ്പം കൂലിവേല ചെയ്ത് നിങ്ങൾക്ക് ഫീസ് തരുന്നവരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ വസ്ത്രങ്ങളും മറ്റുള്ള കാര്യങ്ങളും. അവർക്ക് ചിലപ്പം ഇച്ചിരി സമ്പത്തുള്ളവരായിരിക്കും, ചിലപ്പോൾ ഇല്ലാത്തവരായിരിക്കും. ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും
കഷ്ടപ്പെട്ടാണെങ്കിലും സുഖിച്ചാണെങ്കിലും നിങ്ങളെ നല്ല സുഖമാന്മാരാക്കി നിങ്ങളെ വളർത്തുകയാണ്. ഇപ്പം നിങ്ങൾ കൊടുക്കേണ്ട പ്രതിഫലം ഏറ്റവും നല്ല എന്തിനാണോ നിങ്ങളെ വിടുന്നത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അവരുടെ കിട്ടുന്ന പൈസയും വാങ്ങി സ്കൂളിൽ വന്ന് തോന്നുന്ന കണക്ക് പോയാൽ അവർ നിങ്ങൾക്ക് ചെയ്യുന്ന ഫലത്തിന് ഗുണമുണ്ടാകില്ല അല്ലേ? അപ്പം നല്ല അവരെന്തിനാണോ നമ്മളെ വിട്ടേക്കുന്നത് അത് നന്നായി കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ആ കൈകാര്യം ചെയ്തതിന് ശേഷം നിങ്ങൾ അങ്ങനെ കൈകാര്യം ചെയ്യുന്നവർക്ക് നിങ്ങൾ നല്ലൊരു തലത്തിലെത്തപ്പെടും അല്ലേ? അത് എൻജിനീയറാകാം, ഡോക്ടറാകാം, സയൻറ്റിസ്റ്റാകാം, പിയൂണാകാം, ക്ലർക്കാകാം, എന്താകട്ടെ. അങ്ങനെ ഇപ്പം കൈകാര്യം ചെയ്യുന്നവർ എന്തായാലും ഒരു നല്ല തലത്തിലെത്തും, സ്വപ്രാപ്തിയിലെത്തും. ഇന്ന് നമ്മൾ സ്വപ്രാപ്തിയിലല്ല, രക്ഷകർത്താക്കളുടെ തണലിലാണ് വളരുന്നത്. അങ്ങനെ സ്വപ്രാപ്തിയിലെത്തുമ്പം മുന്നിൽ കാണുന്നവരെ കണക്ക് രക്ഷകർത്താക്കളെ കാണല്, അതാണ് പ്രധാനം. അതിനാണ് നിങ്ങളിവിടെ കൊണ്ടുവന്നത്. ഇപ്പം രക്ഷകർത്താക്കൾ നിങ്ങൾക്ക് തരുന്നതിന് പ്രതിഫലം കൊടുക്കുന്ന അപ്പോഴാണ്. എൻ്റെ അച്ഛൻ കുറേ കാലം സുഖമില്ലാതെ കിടന്നാണ് മരിച്ചത്. എന്നാൽ ഇപ്പം വരാം. കുറച്ച് കാലം കിടന്നൊക്കെയാണ് മരിച്ചത്. പക്ഷേ അച്ഛനെ ഞാൻ നന്നായി നോക്കിയിട്ടുണ്ട്. ഒരു ദിവസം അച്ഛന് സുഖമില്ലാതൊക്കെ ആയപ്പോൾ ഒരു ദിവസം ഞങ്ങളിങ്ങനെ വരുമ്പം വീട്ടിലാരുമില്ല. ഞാൻ തിരുവനന്തപുരത്താണ്. അന്ന് ഞാൻ വീട്ടിൽ വന്നിരിക്കുവാണ്. ഒരു ദിവസം വരുമ്പം അച്ഛൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഞാൻ വെളിയിൽ പോയിരുന്നു. അമ്മ എന്തോ വാങ്ങിക്കാനായിട്ട് മാർക്കറ്റിൽ പോരും. തിരിച്ചു വരുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരു തുണിയെടുത്ത് അവിടെ ഒരു അശ പോലെ കെട്ടിയിട്ടുണ്ട്, അതിനകത്ത് കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾ ആ സമയത്ത് വന്നുകൊണ്ട് അച്ഛൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ വന്ന് അച്ഛനെ വഴക്ക് പറഞ്ഞ് അന്ന് മുതൽ അച്ഛനെ ഒറ്റയ്ക്കാക്കി ഞങ്ങൾ അങ്ങ് പോകാറില്ലായിരുന്നു. ഏത് സ്ഥലത്ത് പോകണമെങ്കിലും കാറിനകത്ത് പോകണമെങ്കിൽ അച്ഛൻ ഫ്രണ്ടിൽ കാണും. എവിടെ പോകണമെങ്കിലും അച്ഛൻ ഞങ്ങളുടെ കൂടെ കാണും. അതോടൊപ്പം തന്നെ അച്ഛന് കുറച്ചു കാലം ആഹാരം വായി വെച്ച് കൊടുക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഞാൻ AK ഉണ്ടെന്ന് അവിടുന്ന് ലീവ് എടുത്ത് കുറച്ച് ദിവസം വീട്ടിൽ വന്ന് നിന്നാണ് ചെയ്തത്. ഇടയ്ക്ക് പോവും, വീണ്ടും വീട്ടിൽ വരും. ഈ ആഹാരം വായു വെച്ച് കൊടുക്കുമ്പോൾ അത് എൻ്റെ മുഖത്തേക്ക് തുപ്പി തന്നിട്ടുണ്ട് ചില സമയങ്ങളിൽ. ഞാനത് പോയി മുഖം കഴുകിയിട്ട് വീണ്ടും വാരി കൊടുക്കും. അങ്ങനെ കുറേ കാലം അച്ഛൻ നിന്നതിന് ശേഷമാണ് അച്ഛൻ മരിക്കുന്നത്. അപ്പം ആ തരത്തിൽ നമുക്ക് രക്ഷകർത്താക്കൾ തന്ന സ്നേഹം തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ആ സമയത്താണ്. ആ സമയത്ത് നിങ്ങൾ കൊടുക്കണം. അതാണ് കൊടുക്കൽ വാങ്ങലിൻ്റെ ഒരു പ്രധാനം. ഇപ്പം കൊടുക്കൽ വാങ്ങൽ കുറയുകയാണ്. അച്ഛൻ നന്നായിട്ടൊക്കെ പഠിപ്പിച്ച് നമ്മൾ ഡോക്ടറോ എൻജിനീയറൊക്കെ ആയി ഇവിടുന്ന് വിദേശത്ത് പോയതിന് ശേഷം ഒരു കല്യാണമോ കഴിച്ച ഭാര്യയും കൂടെ അങ്ങ് നമ്മളെ കൂടെ കൂട്ടിയാൽ പിന്നെ അച്ഛനും അമ്മയും മറന്നുപോകും. അച്ഛന് സുഖമുണ്ടോ, അല്ലെങ്കിൽ അച്ഛൻ അസുഖക്കാരനാണോ, അല്ലെങ്കിൽ അമ്മയ്ക്ക് സുഖമുണ്ടോ എന്ന തിരക്കലിന് കുറവ് വരും. പക്ഷെ കുറവ് വരാൻ പാടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ വീട്ടിൽ നിന്ന് വെളിയിൽ വന്ന് ഇവിടെ സ്കൂളിൽ വന്നതിന് ശേഷം ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ അല്ലെങ്കിൽ വരുന്നതിനും കുറച്ച് താമസിച്ചാൽ അമ്മയുടെയും അച്ഛൻ്റെയും വേവല ആലോചിച്ച് നോക്ക്. അവരോട്ടം പിടിക്കും. അധ്യാപകർ വിളിച്ചു പോയി, കൂടെ കൂട്ടിക്കൊണ്ടുവരുന്ന കുട്ടിയുടെ അമ്മയെ വിളിച്ചു പോയി അല്ലേ? എന്ത് വേവലാതിയായിരിക്കും. അതിനേക്കാളും വലിയ വേവലാതിയായിരിക്കണം നമ്മളുടെ അമ്മയുടെ വയസ്സാം കാലത്ത് നമുക്കുണ്ടാകേണ്ടത്. അതിനാണ് ഇത്തരം സ്ഥലങ്ങളിൽ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്, കാണിക്കുന്നത്. ഇവിടെ നേരത്തെ നമ്മുടെ സ്കൂളിലുണ്ടായിരുന്ന ഒരു അധ്യാപിക ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴില്ല. ഒരു മകനേ ഉള്ളായിരുന്നു അധ്യാപികയ്ക്ക്.
ഒരേ ഒരു മകൻ നല്ല മദ്യപാനിയായിരുന്നു. അമ്മ കിട്ടുന്ന പൈസയെല്ലാം കൊടുത്തില്ലെങ്കിൽ വല്ലാതെ അവരെ അടിക്കുകയും പിടിക്കുകയും ഒരു ദിവസം ബാത്റൂമിൽ തള്ളിയിട്ട് അവരെ നടു ഒടിഞ്ഞാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ വന്നും അദ്ദേഹത്തിന് ATM വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ ആകരുത് നമ്മൾ. അതിനാണ് ഇത്തരം സ്ഥലങ്ങൾ നിങ്ങൾ സന്ദർശിക്കപ്പെടുന്നത്, NSS വാളണ്ടിയർമാർ സന്ദർശിക്കപ്പെടുന്നത്. ഇത് സമൂഹത്തിൻ്റെ ഒരു ചൂണ്ടുപലകയാണ് ഇത്തരം സ്ഥാപനങ്ങൾ. നിങ്ങൾ ഇതിൻ്റെ മാനേജർ നിലയിൽ റഘുൽ സിംഗ് ഒരു കൺസ്ട്രക്ഷൻ രംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബ വീടാണിത്. അദ്ദേഹത്തിൻ്റെ കുടുംബ വീടാണ്. ഇവിടെ അച്ഛനും അമ്മയും അദ്ദേഹം പിറന്ന് വീണ മണ്ണാണ്. ഈ മണ്ണാണ് നാട്ടിലുള്ള ആരുടെയും ആശ്രയമില്ലാത്ത അശരണരായിട്ടുള്ള അമ്മമാർക്കും അമ്മൂമ്മമാർക്കും മറ്റ് സഹോദരങ്ങൾക്കും ജീവിക്കുന്നതിനാവശ്യമായ ഇടമാക്കി മാറ്റിയത്. അദ്ദേഹത്തിന് ഇടമാക്കി മാറ്റണമെന്നില്ലല്ലോ. അദ്ദേഹം കൺസ്ട്രക്ഷൻ വർക്ക് നടത്തി സ്വന്തം കുടുംബം മാത്രം നോക്കി. ഇവിടെ ഈ വീടും അദ്ദേഹം വേറെ വീടുണ്ട്, ആ വീടെല്ലാം പരിരക്ഷിച്ച് പോയാൽ പോരെ. അദ്ദേഹത്തിന് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം ഈ അമ്മമാർക്കും അച്ഛന്മാർക്കും കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. റഘുൽ സിംഗിൻ്റെ അമ്മയാണ് കുറച്ച് മുന്നേ ഏറ്റവും ബാക്കിലിരുന്നത്. ഞങ്ങൾ കുടുംബപരമായിട്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പേ നല്ല ബന്ധമുള്ളൊരു കുടുംബമാണ്. രാഷ്ട്രീയമായി ഞങ്ങളോട് അടുത്ത് നിൽക്കുകയും എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു കുടുംബമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത്രയും അറിയാൻ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത്, നാട്ടിലുള്ള സ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഞാൻ നേരത്തെയെല്ലാം നിങ്ങളോട് സമ്മതിച്ചിട്ടുള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം. സ്നേഹത്തിൻ്റെ അളവ് കുറയുകയാണ് നമ്മുടെ സമൂഹത്തിൽ. അതുകൊണ്ടാണ് ഒട്ടനവധി വിഷയങ്ങളിലേക്ക്, നമുക്ക് മനുഷ്യൻ ചെയ്യാൻ പറ്റാത്ത ഒട്ടനവധി വിഷയങ്ങളിലേക്ക് നമ്മൾ ചെന്ന് പറ്റുന്നത്. അച്ഛനെ അടിക്കാൻ തോന്നുന്നത്, അമ്മയെ അടിക്കാൻ തോന്നുന്നത്, സഹോദരങ്ങളെ വേണ്ടെന്ന് വെക്കുന്നത്, എന്ത് ചെയ്തിക്കും നമുക്ക് മനസ്സ് വരുന്നത്. അതിന് മാറ്റം ഉണ്ടാകുകയും നല്ല മനുഷ്യനാകുകയും ജീവിക്കുകയും നല്ല മനുഷ്യനാകുകയും ചെയ്യുമ്പോഴാണ് സമൂഹത്തിലെ ഏറ്റവും നല്ല ജീവിയായി മാറുന്നത്. അതിന് നിങ്ങൾക്ക് കഴിയണം. വാളണ്ടിയർമാരായുള്ള NSS വാളണ്ടിയർമാരായ നിങ്ങൾക്ക് കഴിയണം. അത് കഴിയുന്നതോടൊപ്പം തന്നെ സമൂഹത്തിലെ ഇത്തരം ചെയ്തികൾക്കെതിരായിട്ട് നല്ല പ്രവർത്തനം ഉണ്ടാകണം. നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അമ്മയെ കണ്ടാൽ, അമ്മൂമ്മയെ കണ്ടാൽ, അമ്മൂമ്മ ഇന്ന് ഭക്ഷണം കഴിച്ചോ, അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാനും അവരുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കെടുക്കാനും കഴിയുന്നവരായി മാറണം. ഇപ്പം പല കുട്ടികൾക്കും അങ്ങനെ കഴിയാത്തവരാണ്. കഴിയാത്ത എന്തുണ്ടെന്ന് ചോദിച്ചാൽ, ഞങ്ങളെല്ലാം ജീവിച്ച ഒരു സാഹചര്യത്തിലല്ല നിങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളെല്ലാം ജീവിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് കുടുംബത്തോട് ചേർന്നിണങ്ങി കുടുംബത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളിലും എല്ലാ സന്തോഷത്തിലും ഞങ്ങളെ ആഴ്ന്നിറക്കുമായിരുന്നു രക്ഷകർത്താക്കൾ. വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യിപ്പിക്കുമായിരുന്നു. വീട്ടിലെ എല്ലാ വിഷയങ്ങളും, അവരെങ്ങനെയാണ് സമ്പത്തുണ്ടാക്കുന്നതെന്ന് നമുക്കൊരു ബോധമുണ്ട്. അവരുണ്ടാക്കുന്ന ഓരോ പൈസയുടെയും മൂല്യം എന്താണ് എന്ന് കുട്ടികളെ കൂടെ പഠിപ്പിക്കുമായിരുന്നു. ഇന്ന് അതില്ല എന്ന് മാത്രമല്ല, നേരത്തെ നമ്മുടെ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ശിക്ഷണം നടത്തുന്ന അധ്യാപകനെ പോലും ശിക്ഷിക്കുന്ന പൊതുസമൂഹമാണ് എന്നുള്ളത്. തുടർന്ന് വിദ്യാർത്ഥികൾ അച്ഛനമ്മമാരോട് വിശേഷങ്ങൾ ചോദിച്ചറിയുകയും അധ്യാപകരും വിദ്യാർത്ഥികളും സമുദ്രതീരത്ത് അച്ഛനമ്മമാരോടൊപ്പം പങ്കിട്ട നിമിഷങ്ങളിൽ തങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും വേദിയിൽ പങ്കിട്ടു. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ നമ്മളെ പേരൻസൊക്കെ നമ്മളെ കുറേ കഷ്ടപ്പെട്ടാണ് നമ്മളെ വളർത്തിയിരുന്നതൊക്കെ. ഇപ്പോഴങ്ങനെ നമ്മളൊന്ന് വലുതായി കഴിഞ്ഞാൽ നമ്മളെ പേരൻസിനെ ഒന്ന് നോക്കുന്നത്. ഇപ്പോഴത്തെ ആൾക്കാരും അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മളൊരിക്കലും അങ്ങനെ കാണിക്കരുത്. നമ്മളിവിടെ ഉള്ള ഈ അമ്മമാരുടെ അച്ഛന്മാരുടെയൊക്കെ സിറ്റുവേഷൻസ് എല്ലാം നമ്മൾ മനസ്സിലാക്കുക. അതേ കണക്ക് ഒരിക്കലും നമ്മൾ അവരോട് തിരിച്ച് നമ്മളെ പേരൻസിൻ്റെ അടുത്ത് നമ്മളങ്ങനെ കാണിക്കാതിരിക്കണം. നമ്മളിപ്പം സോഷ്യലായിട്ട് എല്ലായിടത്തും ഇപ്പം പുറമേ നമ്മളെ ഇങ്ങനെയൊക്കെ കാണുവാണെങ്കിൽ നമ്മളത് അറിയിക്കണം. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളവരെ ഹെൽപ്പ് ചെയ്യണം. ഇപ്പം നമ്മൾ തന്നെ നമ്മളെ ക്യാമ്പിൻ്റെ ഭാഗമായി വന്ന് അവർക്ക് നമ്മൾ ഓരോന്ന് കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അതേ കണക്ക് നമുക്ക് എല്ലാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ
വിസിറ്റ് ചെയ്യണം, നമ്മളെ പേരൻസൊക്കെ ആയിട്ട് വിസിറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യണം. നമ്മളെ പോകുന്നതിന് മുന്നേ ഇവിടെ ഉള്ള അച്ഛനും അമ്മയൊക്കെ ആയിട്ട് നമ്മളൊന്ന് സംസാരിച്ച് അവരെ സിറ്റുവേഷൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരോട് അങ്ങനെ നമ്മളെ പേരൻസിൻ്റെ അടുത്ത് നമ്മൾ അങ്ങനെ പെരുമാറാതിരിക്കണം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ ഇതാണെങ്കിൽ സ്റ്റേജിൽ തന്നെ മൈക്കിന് മുമ്പിരിക്കുന്ന ആദ്യമായിട്ടാണ്. നല്ല പേടിയുണ്ട്. പിന്നെ ഇതണക്ക് ഇങ്ങനെ ഇവിടുത്തെ അച്ഛനമ്മമാരെ കാണുമ്പോൾ നല്ല വിഷമമുണ്ട്. ഇതണക്കത്തെ ഒരു സമൂഹം ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ നോക്കണം. അച്ഛനമ്മമാരെ നമ്മളെല്ലാവരും സംരക്ഷിക്കണം. സംസാരിച്ച ചിത്രാമ്മയായിട്ടാണ്. അമ്മയുടെ വീട് കൊല്ലത്താണ്. അമ്മ ഇവിടെ കുറച്ച് മാനസികമായിട്ടുള്ള പ്രശ്നത്തിലായിട്ടാണ് ഇവിടെ വന്നത്. പക്ഷെ അമ്മ ഇപ്പോൾ ഇവിടെ ഒരുപാട് സന്തോഷത്തിലാണെന്ന് എനിക്ക് സംസാരിച്ചപ്പോൾ മനസ്സിലായി. ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. എല്ലാവരെയും കാണാൻ പറ്റിയാലും ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയാലും. എൻ്റെ വീട്ടിലും ഉണ്ട് ഒരു അച്ചാമ്മ. പക്ഷേ എൻ്റെ അടുത്ത് കാര്യങ്ങളാണെങ്കിലും ഓരോന്ന് ചെയ്യുമ്പോഴും അതിന് കുറ്റങ്ങൾ പറയും. പക്ഷേ നല്ല കാര്യത്തിലുമാണ്, എന്നാൽ അങ്ങോട്ടൊരു ഇതിലും അല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. നമ്മളടുത്തൊക്കെ ഭയങ്കര കാര്യമുണ്ട്. പക്ഷെ നമ്മൾ എന്തൊരു ചെയ്താലും അമ്മേനെ കുറ്റം പറയുക, അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്. പക്ഷേ നമ്മൾ നമ്മളടുത്ത് അത് കണക്ക് തന്നെ നിൽക്കുന്നത്. ഈ ഇടയ്ക്ക് വെച്ചാണ് കുറച്ച് ഇതായത്. മുമ്പൊക്കെ നല്ല കണക്ക് നിൽക്കുമായിരുന്നു. ഇപ്പം എന്ത് ചെയ്താലും കുറ്റം പറച്ചിൽ, നമ്മളടുത്തൊന്നും അത്ര ഇതില്ലാത്ത രീതിക്കൊക്കെയാണ് നിൽക്കുന്നത്. എന്നാലും നമ്മൾ നല്ല കണക്ക് നോക്കും. ഇതേ കണക്കൊന്നും കൊണ്ടാക്കത്തില്ല, നമ്മളെ കൊണ്ട് ഒക്കുന്ന കണക്ക് നമ്മൾ നോക്കും. പിന്നെ എല്ലാവരെയും കാണാത്തതിലും ഇങ്ങനെ സംസാരിക്കാൻ വെക്കുന്നതിലും എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതിലും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഞങ്ങൾ പരിചയപ്പെട്ടത് മേരിക്കുട്ടി അമ്മേനാണ്. അമ്മയ്ക്ക് ഒത്തിരി വിഷമങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അമ്മ TTC കഴിഞ്ഞു, പ്രീ ഡിഗ്രി പഠിച്ചു, TTC എടുത്തു. അമ്മ ഒത്തിരി പഠിക്കുകയൊക്കെ ചെയ്ത് ആഗ്രഹമൊക്കെ ഉള്ള ഒരാളായിരുന്നെന്ന് മനസ്സിലായി. അമ്മ ആദ്യം ഒരു കല്യാണമൊക്കെ കഴിച്ചു, അത് ഉപേക്ഷിച്ച് പോയി. അതേപോലെ രണ്ടാമതൊരു കല്യാണം കഴിച്ച് ഉപേക്ഷിച്ച് പോയി. മകനെ കൊടുക്കണമെന്ന് പറഞ്ഞു. അമ്മ സമ്മതിച്ചില്ല. അതിനുശേഷം അമ്മയുടെ സഹോദരൻ അമ്മേനെ ഇവിടെ കൊണ്ടാക്കി. അതെല്ലാം കഴിഞ്ഞ് അമ്മയുടെ കാണാനൊക്കെ വന്നു. അമ്മയ്ക്ക് ഒത്തിരി സങ്കടമുണ്ടെന്ന് മനസ്സിലായി ഞങ്ങളെ കണ്ടപ്പം. എൻ്റെ വീട്ടിൽ അമ്മ, അച്ഛൻ, അനിയൻ ഇവരെയൊക്കെ കാണുമ്പോൾ സത്യമായിട്ട് സങ്കടം വരുന്നുണ്ട്. കാരണം ഞങ്ങളൊക്കെ എന്തുമാത്രം ഒരിതിൽ ജീവിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. എൻ്റെ അമ്മയ്ക്ക് അച്ഛനില്ല, അമ്മയില്ല. എൻ്റെ അമ്മയുടെ 13-ാം വയസ്സിൽ അമ്മയുടെ അമ്മ മരിച്ചുപോയി. അതിനുശേഷം അമ്മയും അമ്മേൻ്റെ സഹോദരനും ഒറ്റയ്ക്കായിരുന്നു താമസിച്ചത്. അമ്മയുടെ ചേട്ടൻ കൊണ്ടുപോയി വളർത്തി. പിന്നീട് അമ്മയ്ക്ക് അവരെല്ലാവരും ഒത്തിരിയേറെ അമ്മേനെ ഉപദ്രവിക്കുകയും അങ്ങനെയൊക്കെയുള്ളൊരിത് വന്നപ്പം ഒരു വീടുള്ളത് കൊണ്ട് അവർ രണ്ടുപേരും അമ്മയുടെ സഹോദരനും കൂടി ആ വീട്ടിൽ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. അതിനുശേഷം അമ്മയ്ക്ക് ഒരു ആലോചനയൊക്കെ വന്ന് അതിനുശേഷം ഒരു കല്യാണമൊക്കെ അത് കഴിഞ്ഞിട്ട് അമ്മ നല്ല രീതിക്ക് ജീവിക്കാൻ തുടങ്ങി. ഒത്തിരിയേറെ എൻ്റെ അമ്മയ്ക്ക് വിഷമങ്ങളുണ്ട്. ഞങ്ങളോടത് ഒത്തിരി വട്ടം പറഞ്ഞും തന്നിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്താൽ തന്നെ അമ്മ ഒത്തിരിയേറെ ഞങ്ങളടുത്ത് സംസാരിക്കുകയും അതിനെക്കുറിച്ച് അമ്മ വളർന്നു വന്നൊരു ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ടും വിഷമങ്ങളൊന്നും അറിയിക്കാതെയാണ് എൻ്റെ അമ്മ ഇവിടം വരെ ഞങ്ങളെ കൊണ്ടുവന്നത്. അതേപോലെ തന്നെ അച്ഛനും.